അദ്ദേഹം രാഷ്ട്രീയത്തിൽ പക്വതയുള്ള അനുഭവ സമ്പത്തുള്ള ഒരു നേതാവേ അല്ല. സിനിമയിൽ അഭിനയിച്ച് അതിൽ അടിപിടി നടത്തി, അതിലിങ്ങനെ കുറേ ഗുസ്തി നടത്തി, അതാണ് രാഷ്ട്രീയമെന്ന് ധരിച്ച് നടക്കുന്നൊരു നേതാവാണ്. അത് അദ്ദേഹത്തിൻ്റെ അല്പത്വമായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. കേരള സംസ്ഥാന നിയമസഭ പാസ്സാക്കിയൊരു നിയമം അറബിക്കടൽ എന്ന് പറയാൻ എങ്ങനെയാണ് ഒരു കേന്ദ്രമന്ത്രിക്ക് കഴിയുക? ഒരു ധാരണയുമില്ല. രാഷ്ട്രീയത്തെക്കുറിച്ചോ നിയമത്തെക്കുറിച്ചോ നിയമനിർമ്മാണ സഭയെക്കുറിച്ചോ അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചോ ഒരു വ്യക്തതയുമില്ലാത്ത അജ്ഞത മാത്രം സിനിമയാണ് രാഷ്ട്രീയമെന്ന് ധരിച്ച് നടക്കുന്ന ഒരാളോട്, അദ്ദേഹത്തിൻ്റെ നിലപാടോട് ദുഃഖിക്കാൻ മാത്രമേ കേരളത്തിലെ ജനതയ്ക്ക് സാധിക്കൂ. കേരളം വിജ്ഞാനികളുടെ, അറിവുള്ളവരുടെ, പഠിച്ചവരുടെ ഒരു നാടാണ്. തൊഴിലാളികളുടെയും കൃഷിക്കാരൻ്റെയും നാടാണ്. മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും ജനിച്ചു വളർന്ന് വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. ഒട്ടനവധി അനുഭവങ്ങളുള്ളവരുടെ നാടാണ്. ആ കേരളം ഇത്തരത്തിലുള്ള നേതാക്കളെ വിലയിരുത്തും, ഇനി ഇരുത്തേണ്ടിടത്ത് ഇരുത്തും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ എനിക്ക് തോന്നുന്നത്.